അടുത്തത് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ദിനചര്യകളെക്കുറിച്ചാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഉറക്കം. ഉറക്കം എന്ന് പറയുന്നത് നേരത്തെ ഉണർന്ന് നേരത്തെ ഉറങ്ങുക എന്നുള്ളതാണ്. ബ്രാഹ്മേ മുഹൂർത്തേ ഉത്തിഷ്ഠ എന്നാണ് ശാസ്ത്രം പറയുന്നത്. അതായത് ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേൽക്കുക. ഏകദേശം 4:30നും 5:30ക്കും ഇടയിലാണ് ബ്രഹ്മമുഹൂർത്തം. അതിനുശേഷം രാവിലെ എഴുന്നേറ്റാൽ ഉടനെ ആദ്യം നമ്മൾ ചെയ്യേണ്ടത്, നമുക്കറിയാം ദന്തധാവനമാണ് എല്ലാവരും ചെയ്യുന്നത്, ടൂത്ത് ബ്രഷിങ്. അതിനുശേഷം മൂക്കിൽ മരുന്ന് ഇറ്റിക്കുക, അതായത് നസ്യം ചെയ്യുന്നത് വഴി നമുക്ക് ഒരുപാട് രോഗങ്ങളെ പ്രതിരോധിക്കാൻ സാധിക്കും. നമുക്കറിയാം, നമുക്ക് ഏറ്റവും കൂടുതലായിട്ട് എക്സ്റ്റേണൽ അറ്റ്മോസ്ഫിയറുമായിട്ട് എക്സ്പോഷർ കിട്ടുന്ന ഭാഗമാണ് നമ്മുടെ നോസ് എന്ന് പറയുന്നത്. നോസിലൂടെ നമുക്ക് അറ്റ്മോസ്ഫിയറിക് പ്യൂരിറ്റീസും ഒക്കെ നമ്മുടെ ഉള്ളിലേക്ക് പോകും. അപ്പോൾ ഏറ്റവും ആദ്യം നമ്മൾ പ്യൂരിഫൈ ചെയ്യേണ്ടത് നമ്മുടെ അപ്പർ ഏരിയ ആണ്. അതായത് നാസാഹി ശിരസോ ദ്വാരമെന്നാണ്. അതായത് നോസ് ഈസ് ദ റൂട്ട് ഫോർ ഹെഡ് എന്നാണ് പറയുന്നത്. അപ്പോൾ നോസ് വഴി നമ്മൾ മെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ഓയിൽ, അത് ഓരോരുത്തർക്കും അവരവരുടെ അവസ്ഥ അനുസരിച്ച് തന്നെ ചൂസ് ചെയ്യുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിനുശേഷം ഓയിൽ ഇൻസ്റ്റിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ അപ്പർ ട്രാക്റ്റിലുള്ള ഒരുപാട് രോഗങ്ങളെ പ്രതിരോധിക്കാൻ സാധിക്കും. നസ്യത്തിൻ്റെ ഫലശ്രുതി തന്നെ പറയുന്നത് നമുക്ക് ഉരോരോഗങ്ങൾ, കണ്ഠരോഗങ്ങൾ, അതുപോലെ ശിരോരോഗങ്ങളായിട്ടുള്ള മൈഗ്രെയിന് അതുപോലെയുള്ളവ, അതുപോലെ നമ്മുടെ അക്ഷിരോഗങ്ങൾ നമ്മുടെ കണ്ണുകളുടെ ഞരമ്പുകളുടെ ബലം കിട്ടാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ ഫേഷ്യൽ നെർവ്സിൻ്റെ ബലത്തിന് വേണ്ടിയിട്ട് ഒക്കെ, അതുപോലെ ഫേഷ്യൽ മസിൽസിൻ്റെ ബലത്തിന് വേണ്ടിയിട്ട് ഒക്കെ നമുക്ക് നസ്യം ഒരു ഡെയിലി റുട്ടീനായിട്ട് തന്നെ ചെയ്യാവുന്ന ഒരു പ്രൊസീജിയറാണ്. ഈ നസ്യത്തിനാണ് നമ്മൾ പ്രതിമർശ നസ്യം എന്ന് പറയുന്നത്. ഇതേ നസ്യം തന്നെ നമ്മൾ ഒരു ഹോസ്പിറ്റൽ ഫെസിലിറ്റിയിലും ചെയ്യാറുണ്ട്. അത് മർശ നസ്യമാണ്. അത് നമ്മൾ ഹോസ്പിറ്റലിൽ മാത്രമേ ചെയ്യാറുള്ളൂ. നസ്യത്തിന് ശേഷം നമ്മൾ യോഗ ചെയ്യണം. യോഗ ചെയ്യുമ്പോൾ നമ്മുടെ ബ്രീത്തിങ് എക്സസൈസും ആകും, അതോടൊപ്പം തന്നെ നമ്മുടെ ബോഡി സ്ട്രെങ്തനിങ്ങും ആകും. അപ്പോൾ നമ്മുടെ ബ്രെയിനിലേക്കുള്ള ഓക്സിജൻ സപ്ലൈ കൂടും, അതോടൊപ്പം തന്നെ നമ്മുടെ ഞരമ്പുകൾക്ക് ബലം കിട്ടും, നമ്മുടെ മസിൽസിന് സ്ട്രെങ്തനിങ് ആകും, അതിനോടൊപ്പം തന്നെ നമ്മുടെ ഇൻറ്റസ്റ്റൈൻ മോട്ടിലിറ്റി കൂടുകയും ചെയ്യും. ഇത് ദിവസവും നമ്മൾ രാവിലെ എഴുന്നേറ്റാൽ ഉടനെ ചെയ്യുന്ന ബ്രഷിങ് പോലെയൊക്കെ തന്നെ നമ്മൾ നമ്മുടെ ഡെയിലി റൊട്ടീൻ്റെ ഭാഗമാക്കേണ്ടതാണ് ഈ യോഗയെന്ന് പറയുന്നത്. ഇത് വളരെയധികം നമുക്ക് പ്രയോജനം ചെയ്യും. എളുപ്പം ചെയ്യാവുന്ന കുറച്ച് യോഗ പ്രൊസീജിയേഴ്സ് ഞാൻ മറ്റൊരു വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അതിനുശേഷം യോഗ കഴിഞ്ഞ് അരമണിക്കൂർ നമ്മുടെ മെഡിറ്റേഷനിലിരിക്കുക. അതിനുശേഷം തലയിൽ എണ്ണ വെച്ച് ശിരോഅഭ്യംഗം ചെയ്യുക. ശിരോഅഭ്യംഗം എന്ന് പറഞ്ഞാൽ ഹെഡ് മസാജ്. തലയിൽ ഏതെങ്കിലും എണ്ണ അവരവർക്ക് യോജിച്ച രീതിയിൽ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. നീർവീഴ്ചയോ അലർജിയോ അതുപോലുള്ള പ്രശ്നങ്ങളുള്ളവർ കാച്ചെണ്ണകൾ ഉപയോഗിക്കാതിരിക്കുക. അതായത് മരുന്നിട്ട്, തണുപ്പുള്ള മരുന്നുകളിട്ട്, അതായത് കറ്റാർ വാഴ, കയ്യോന്നി പോലെയുള്ള മരുന്നുകളിട്ട് കാച്ചിയ എണ്ണ കഴിയുന്നത് ഉപയോഗിക്കാതിരിക്കുക. അതില്ലാത്തവർ ഇങ്ങനെയുള്ള എണ്ണകൾ ഉപയോഗിക്കുന്നത് വഴി ഇവരുടെ കണ്ണുകൾക്ക് നല്ല ബലം കിട്ടും, കണ്ണുകളുടെ ഞരമ്പുകൾക്ക് ബലം കിട്ടും. അതോടൊപ്പം തന്നെ കാലിന് പോച്ചിൽ, അല്ലെങ്കിൽ ഡയബറ്റിക് ന്യൂറോപ്പതി ഉള്ളവർ ഈ കംപ്ലൈൻറ്റുകളൊക്കെ കുറയ്ക്കാനായിട്ട് നെറുകയിൽ എണ്ണ വെച്ച് കഴിഞ്ഞാൽ അത് ഉപകരിക്കും. പ്രത്യേകിച്ച് ഈ മരുന്നിട്ട് കാച്ചിയ എണ്ണകൾ. അല്ലാത്തവർ മറ്റേതെങ്കിലും എണ്ണകൾ അവരുടെ ശരീരപ്രകൃതിക്ക് യോജിച്ച തരത്തിലുള്ളത് സെലക്ട് ചെയ്യുക. അതൊരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഉപയോഗിക്കാവുന്നതാണ്. അതിനുശേഷം ശരീരാഭ്യംഗം ചെയ്യുക. ശരീരാഭ്യംഗം എന്ന് പറയുമ്പോൾ ശരീരത്തിൽ എണ്ണ തേച്ച് കുളിക്കുന്നത്. ഈ തൈലവും നമ്മൾ ഓരോ രോഗികളും അവരവരുടെ ശരീരപ്രകൃതിക്കനുസരിച്ച് തന്നെ ഉപയോഗിക്കുക. അതിനുശേഷം ശരീരാഭ്യംഗം ചെയ്ത് ഒരു അരമണിക്കൂർ കഴിഞ്ഞ് നല്ല ചൂടുവെള്ളത്തിൽ തന്നെ കുളിക്കാനായിട്ട് കഴിയുന്നത് നോക്കുക. കാരണം വാദപ്രകൃതമായിട്ടുള്ളവരും അതുപോലെ രോഗികളായിട്ടുള്ളവരും കഴിയുന്നതും ചൂടുവെള്ളമാണ് ഉപയോഗിക്കേണ്ടത്. കാരണം തണുത്ത വെള്ളം വാതരോഗത്തെ കൂട്ടുന്നതാണ്. അതുപോലെ ആയവരിൽ കഫദോഷത്തെക്കാളും വാതദോഷമാണ് കൂടി നിൽക്കുന്നത്. വാർദ്ധക്യമെന്ന് പറയുന്നത് വാതദോഷ പ്രധാനമാണ്. അതുകൊണ്ട് തന്നെ പ്രായമുള്ളവരും തൈലാഭ്യംഗം കഴിഞ്ഞിട്ട് ചൂടുവെള്ളത്തിൽ തന്നെ കുളിക്കാൻ ശ്രദ്ധിക്കുക. ഇതിന് ശേഷം നമുക്ക് രസായനങ്ങൾ കഴിക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കാം. കാരണം രസായനങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൻ്റെ പോഷകാംശം നമ്മുടെ ശരീരത്തിൽ ശരിയായിട്ട് ആഗിരണം ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നവയാണ്. ഇത്തരം രസായനങ്ങൾ നമ്മൾ കഴിക്കുമ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞ ഈ പഥ്യാചരണങ്ങളൊക്കെ തന്നെ ശീലിക്കുകയാണെങ്കിൽ രസായനത്തിൻ്റെ ഫലം നമ്മുടെ ശരീരത്തിൽ കിട്ടും. ചില പ്രധാനപ്പെട്ട രസായനങ്ങൾ ഞാൻ പറഞ്ഞു തരാം. അവ നിങ്ങൾക്ക് യോജിച്ചവയാണെങ്കിൽ ആ അവസ്ഥയ്ക്കനുസരിച്ച് നിങ്ങൾ ഉപയോഗിക്കുക. അതല്ല, ഇതിലെന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ എന്നെ വിളിച്ച് അന്വേഷിക്കാവുന്നതാണ്.
ചവനപ്രാശം, അശ്വഗന്ധ ലേഹ്യം, ബ്രാഹ്മരസായനം തുടങ്ങിയവയൊക്കെ ചില ലേഹ്യങ്ങളാണ്. ഇവ കൂടാതെ അശ്വഗന്ധാരിഷ്ടം, ദശമൂലാരിഷ്ടം മുതലായ അരിഷ്ടങ്ങൾ ഇവയൊക്കെ രസായനങ്ങളാണ്. ഇതൊക്കെ വിധിപ്രകാരം രോഗിക്ക് യോജിച്ച രീതിയിൽ വേണം തിരഞ്ഞെടുക്കാനായിട്ട്. ഇത്രയൊക്കെ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ പ്രത്യേകിച്ച് രോഗങ്ങളൊന്നും വരാതെ നമ്മുടെ ആരോഗ്യസ്ഥിതിയെ നിലനിർത്തുവാൻ നമുക്ക് സാധിക്കും. എപ്പോഴും നമ്മുടെ ആരോഗ്യമുള്ള അവസ്ഥയിൽ തന്നെ നമ്മൾ രസായനങ്ങളൊക്കെ ശീലിച്ച് രസായന വിധി പ്രകാരം ജീവിച്ചു പോകുന്നതാണ് നല്ലത്. കാരണം ഒരു അസുഖം വന്ന് ചികിത്സിക്കുന്നതിനേക്കാളും അസുഖം വരാതെ നോക്കുന്നതാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ളത്. പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്നാണല്ലോ. അതുകൊണ്ട് നമുക്ക് ഇതൊക്കെ ഫോളോ ചെയ്ത് ജീവിക്കാൻ ശ്രമിക്കാം. മറ്റൊരു ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.